لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا سبحان الله وبحمده سبحان الله العظيم اللهم صل على محمد وآل محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدني علما رب أرني حقائق الأشياء सिद्क से मेरी तरफ आओ इसी में खैर है हैं दरिंदे हर तरफ में आफियत का हम हिसार ആദരണീയനായ യോഗാധ്യക്ഷൻ മാത്തോട്ടം അമീർ സാഹിബ്, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹൽ വ്യക്തികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ എൻ്റെ ക്ലാസ്സിൻ്റെ വിഷയം കേട്ട് കഴിഞ്ഞു. ഖിലാഫത്ത് ഒരു ദൈവിക സംവിധാനം. നമുക്കറിയാം, ലോകത്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മനുഷ്യരെ അള്ളാഹുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്നു. അങ്ങനെ ആ പ്രവാചകന്മാർ ലോകത്ത് ദൈവദാസരുടെ അല്ലെങ്കിൽ ഭക്തദാസരുടെ ഒരു സംഘം വാർത്തെടുക്കുന്നു. അങ്ങനെ പ്രവാചകൻ തൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തീകരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ മിഷനറി പ്രവർത്തനം അല്ലെങ്കിൽ ദൗത്യം പൂർത്തീകരിക്കുന്നത് ഖിലാഫത്തിലൂടെയാണ്. ഓരോ പ്രവാചകന്മാർക്ക് ശേഷവും ഖിലാഫത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രവാചകപ്രവാചകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ കാനത്ത് നുബുവത്തുൻ ഖത്തുൻ ഇല്ലാ തബിഅത്തു ആ ഖിലാഫത്തുൻ. ഓരോ നുബുവത്തിനെയും അനുഗമിച്ചുകൊണ്ട് ഖിലാഫത്തുണ്ടാകുന്നു. നോക്കുക, പ്രവാചകപ്രവാചകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന് ഖിലാഫത്താകുന്ന അനുഗ്രഹീത നിഅമത്തുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്കത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ കാര്യമാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ പ്രാരംഭത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് നൂറിലെ ആയത്തെ ഇസ്തിഖ്ലാഫ് എന്നറിയപ്പെടുന്ന ആ ആയത്ത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അവർക്ക് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ തീർച്ചയായും അവരെയും ഭൂമിയിൽ ഖലീഫമാരാക്കുകയും അവർക്കായി അവൻ തൃപ്തിപ്പെട്ട മതത്തെ അവർക്ക് പ്രബലപ്പെടുത്തി കൊടുക്കുകയും അവരുടെ ഭയത്തിന് ശേഷം രക്ഷയും സമാധാനവും അവർക്ക് പകരം നൽകുകയും ചെയ്യുന്നതാണെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ അള്ളാഹു ഒരു വാഗ്ദാനമാണ് വിശ്വാസികളോട് ചെയ്തിരിക്കുന്നത്, പ്രവചനമല്ല. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളോട് ഈ വാഗ്ദാനം പൂർത്തീകരിക്കണമെങ്കിൽ രണ്ട് ഉപാധികളാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഒന്ന്, അതായത് നിങ്ങൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വേണം, ഖിലാഫത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. അതായത് ഖിലാഫത്തിലുള്ള വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ ഖലീഫ നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ ഉപാധി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അമല സാലിഹത്ത്, സൽപ്രവർത്തികൾ എന്നുള്ളതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സൽപ്രവർത്തികൾക്ക് നൽകിയിരിക്കുന്ന നിർവചനം ഫിത്നകളും ഫസാദുകളും കുഴപ്പങ്ങളും ഇല്ലാത്ത പ്രവർത്തനത്തിനാണ് സൽപ്രവർത്തികൾ എന്ന് പറയുന്നത്, സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ അതായത് ഫിത്നയോ ഫസാദോ ഉണ്ടെങ്കിൽ അത് സൽപ്രവൃത്തി അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഈ വിശ്വാസവും സൽപ്രവൃത്തിയും നമ്മളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഉമ്മത്തിന്, ആ ആളുകൾക്ക്, ജമാഅത്തിന് അള്ളാഹു സുബ്ഹാന ഖിലാഫത്താകുന്ന അനുഗ്രഹീത നിഅമത്ത് നൽകും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇന്ന് ലോകത്ത് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന് മാത്രമേ അത്തരത്തിലുള്ള ഒരു ഖിലാഫത്തുള്ളൂ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹമാണ്. പ്രവാചകപ്രവാചകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൽ
ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഹദീസ് ഇപ്രകാരമാണ്. അതായത് ഹുദൈഫ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ നുബുവത്ത് നിലനിൽക്കുന്നതാണ്, പിന്നീട് പ്രവാചക മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകുന്നതാണ്, പിന്നീട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രാജഭരണം നിലവിൽ വരുന്നതാണ്, അതിനുശേഷം അക്രമഭരണം നടമാടുന്നതാണ്, അതിനുശേഷം പ്രവാചക മാർഗത്തിലുള്ള ഖിലാഫത്ത് നിലവിൽ വരും, പിന്നീട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം അവലംബിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ പ്രവചനം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിന് ശേഷം ഖിലാഫത്ത് റാഷിദീൻ മുഖേന, ഖുലഫായ റാഷിദീങ്ങൾ മുഖേന ഖിലാഫത്ത് ആരംഭിക്കുകയുണ്ടായി. ആ ഖിലാഫത്ത് വെറും 30 വർഷം മാത്രമാണ് നിലവിൽ വന്നത്. അതായത് 30 വർഷമാണെങ്കിലും ആ 30 വർഷം കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്ത് ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും വലിയ ഉന്നതിയിൽ അവർക്ക് എത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല, അറേബ്യൻ രാജ്യങ്ങളിലെ ഇറാൻ, ഇറാഖ്, ഫലസ്തീൻ, ഈജിപ്ത് മുതലായ അനേകം രാജ്യങ്ങൾ അവർ തൗഹീദിൻ്റെ കൊടിക്കീഴിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. എന്നാൽ ഈ 30 വർഷം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ വിശ്വാസത്തിലും അമലസാലിഹത്തിലും ശോഷണം സംഭവിച്ചപ്പോൾ പിന്നീട് ഈ പ്രവചനങ്ങൾ അനുസരിച്ച് രാജഭരണവും അക്രമഭരണവും എല്ലാം തന്നെ ആരംഭിച്ചു എന്ന് മാത്രമല്ല, അവസാനം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖിലാഫത്ത് അലാമിൻ ഹാജൻ നുബുവത്ത്, നുബുവത്തിൻ്റെ രീതിയിലുള്ള ഖിലാഫത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന സ്ഥാപിതമാകുകയുണ്ടായി. എന്ന് മാത്രമല്ല, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ഖിലാഫത്ത്, അഹ്മദിയ ജമാഅത്തിൻ്റെ ഖിലാഫത്ത് 1000 വർഷം വരെ അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിന് നമുക്കുള്ള പിൻബലം ഖുർആനുണ്ട്, ഹദീസുണ്ട്, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് തൻ്റെ അൽവസിയത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, നിങ്ങളും രണ്ടാമത്തെ ദിവ്യ തേജസ്സിനെ ദർശിക്കേണ്ടത് അനിവാര്യമാകുന്നു, നിങ്ങൾക്ക് ഗുണകരമാണ് അതിൻ്റെ ആഗമനം, എന്തുകൊണ്ടെന്നാൽ അത് ശാശ്വതവും അതിൻ്റെ ശൃംഖല അന്ത്യനാൾ വരെ മുറിഞ്ഞു പോകാത്തതുമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ഉപദേശമനുസരിച്ച് തൻ്റെ രണ്ടാം ശക്തി പ്രഭാവത്തിൻ്റെ വേണ്ടിയിട്ട്, രണ്ടാം കുദറത്തെ സാനിയക്ക് വേണ്ടിയിട്ട് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹാബാക്കൾ പലപ്പോഴും മസ്ജിദ് മുബാറക്കിലും മറ്റ് പല സ്ഥലങ്ങളിലായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് അള്ളാഹുവാണ്, നേരിട്ട് അള്ളാഹുവാണ് നിയമിക്കുന്നത്. പിന്നെ ഖലീഫമാരെ തിരഞ്ഞെടുക്കുന്നത് ബാഹ്യത്തിൽ മനുഷ്യരാണ്. അതുകൊണ്ടാണ് പൊതു മുസ്ലിങ്ങൾ പറയുന്നത് അത് ഖലീഫത്തുൽ അല്ല, അത് ഖലീഫത്തുൽ മുസ്ലിമീനാണ് എന്ന് പറയുന്നത്. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടതാണ്. മറ്റുള്ള മുസ്ലിങ്ങൾ ഖലീഫമാർക്കൊക്കെ തന്നെ ഖലീഫത്തുൽ മുസ്ലിമീന എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ അഹമ്മദികളുടെ വിശ്വാസപ്രകാരം ഇതെല്ലാം തന്നെ അള്ളാഹുവാണ് നിയമിക്കുന്നത്, നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസം. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഖിലാഫത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ, ഓരോ ഖിലാഫത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലും 100 കണക്കിന് ഖലീഫയാകാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ ആ സദസ്സിലുണ്ടായിരിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഏറ്റവും തഖ്വയിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും ഉന്നതനായിട്ടുള്ള ആരാണോ അവരെയാണ് അള്ളാഹുവിൻ്റെ ഇംഗിതമനുസരിച്ച് ഈ ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത്. എന്ന് മാത്രമല്ല, ആ തിരഞ്ഞെടുക്കുന്ന ഖലീഫയ്ക്ക് എല്ലാവിധത്തിലുള്ള പിൻബലവും ശക്തിയും അള്ളാഹു നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആരെങ്കിലും പറയുകയാണ് മനുഷ്യരല്ലേ ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത്, അതിനെക്കുറിച്ച് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഓർത്തുകൊള്ളുക, ഖലീഫയെ അള്ളാഹു ആണ് നിയമിക്കുന്നത്. ഖലീഫ മനുഷ്യരാൽ നിയമിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നവർ കളവാണ് പറയുന്നത്. ഖിലാഫത്തിയ സ്ഥാപിതമാകുന്നത് മനുഷ്യ ശ്രമഫലമായിട്ടാണെന്ന് വിശുദ്ധ ഖുർആനിൽ ഒരിടത്തും പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഖുർആനിൽ പറയും ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫ എന്നാണ്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ, അതായത് ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഇത് ദൈവിക സംവിധാനമാണ് എന്നുള്ളതിനുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഖുലഫാക്കളെ കുറിച്ചും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളിലും അതിന് മുമ്പുള്ള പല ഗ്രന്ഥങ്ങളിലും തന്നെ ഹദീസുകളിലും ഒക്കെ തന്നെ അതിനുള്ള പ്രവചനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം എനിക്കത് ഇപ്പോൾ ഇവിടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് 10-20 മിനിറ്റ് കൊണ്ട് അതെല്ലാം തന്നെ വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. പക്ഷേ അതേപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഖുലഫാക്കളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ പുണ്യാത്മാക്കളായിട്ടുള്ള ആളുകൾ, സ്വാത്വികരായിട്ടുള്ള ആളുകൾക്ക് സ്വപ്നങ്ങളിലൂടെയും കശ്ഫുകളിലൂടെയും ഒക്കെ തന്നെ അള്ളാഹു അറിയിക്കുന്നു എന്നുള്ളതാണ്.
അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്ന സമയത്ത് ഞാനൊക്കെ ഖാദിയാനിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഖലീഫത്ത് സാലിസ് വഫാത്തായി എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ദർവേഷ് എന്ത് ചെയ്തു? ഉടനെ തന്നെ അദ്ദേഹം 1969 എഴുതി രേഖപ്പെടുത്തിയ ഒരു ഡയറി കുറിപ്പ് ഹസ്രത്ത് മിർസ വസീം അഹമ്മദ് നാസിർ അലയും അമീറ മുക്കാമി ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടേ കൊടുത്തപ്പോൾ അദ്ദേഹം അത് നോക്കി. പക്ഷേ അദ്ദേഹം അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഖലീഫത്ത് മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, ആ വിവരം കിട്ടിയതിന് ശേഷം എല്ലാ അഹമ്മദികളെയും മസ്ജിദ് മുബാറക്കിൽ വിളിച്ചുകൂട്ടിയതിന് ശേഷം മിയാ സാഹിബ് സന്തോഷ വാർത്ത അറിയിച്ചു. അതായത് ഖലീഫത്ത് മസീഹ് റാബിയായിട്ട് മിർസ താഹിർ അഹമ്മദിനെ തെരഞ്ഞെടുത്തിരുന്നു. അവസാനം മിയാ സാഹിബ് പറഞ്ഞു, 1969 നമ്മുടെ ഒരു ദർവേഷ് ഭായി, അദ്ദേഹം വളരെ സാത്വികനാണ്, ഒരു മുബല്ലിഗാണ് എന്ന് മാത്രം അദ്ദേഹം കശ്ഫുകളും അതുപോലെ തന്നെ നല്ല നല്ല സ്വപ്നങ്ങളും ഒക്കെ കാണുന്ന ഒരു പുണ്യാത്മാവായിരുന്നു അദ്ദേഹം. അപ്പോൾ മിയാ സാഹിബ് പറഞ്ഞു, 1969 നമ്മുടെ ഒരു ദർവേഷ് ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ആ സ്വപ്നത്തിൽ പറയുന്നതാണ്, ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഖിലാഫത്ത് 17 വർഷം നിലനിൽക്കുമെന്നും അതിനുശേഷം മിർസ താഹിർ അഹമ്മദ് ആയിരിക്കും ഖലീഫ എന്നുമുള്ള ഒരു സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. പക്ഷേ അദ്ദേഹം ആ സ്വപ്നം കണ്ടെങ്കിലും ഒരു വ്യക്തിയോട് പോലും അദ്ദേഹം പറഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ രേഖക്കുറിപ്പുകളിൽ എഴുതി വെച്ചു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ നിലവിലുള്ള ഇമാം ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് ഖാമിസ് സയ്യിദുല്ലാ ബിൻ അസ്ൽ അസീസിനെ കുറിച്ച് 100 കണക്കിന് ആളുകൾ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ. അതിൽ ഏകദേശം 40ഓളം സ്വപ്നങ്ങൾ അൽഫസലിലും ബദറിലും ഏതുവരെ നമ്മുടെ മലയാളത്തിലെ മജ്ലിസ് അൻസാറിലെ മാസികയായിരിക്കുന്ന സത്യമിത്രത്തിൽ 40 സ്വപ്നങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്വപ്നം മാത്രം ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. അതായത് നമ്മുടെ റാവൽപിണ്ടിയിലെ ഷെയ്ഖ് മുനീർ അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇസ്ലാമാബാദിലെ 1999 അത് നമ്മൾ മനസ്സിലാക്കാം. 1999 അദ്ദേഹം കാണുന്ന സ്വപ്നമാണ്. അദ്ദേഹം ഇസ്ലാമാബാദിലെ ഒരു പള്ളിയിൽ പോയപ്പോൾ അവിടെ എന്താണ് കാണുന്നത്? അയ്യൂബി എന്ന് പറയുന്ന ഒരാൾ, അതായത് ഖലീഫത്ത് മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഡ്രൈവറാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് ഇവിടെ പുറത്ത് നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അടുത്ത ഖലീഫക്കുള്ള സെക്യൂരിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതാരാണെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഉറപ്പ് വാങ്ങി, ഇതാരോടും പറയുകയില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ഉറപ്പ് ഞാൻ ആരോടും പറയില്ല എന്ന്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അകത്ത് പോയി നോക്കാൻ പറഞ്ഞു. പള്ളിയുടെ അകത്ത് ചെന്ന് നോക്കുമ്പോഴെന്താണ്, അവിടെ മിർസ മസ്റൂർ അഹമ്മദ് നമസ്കരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഇത് 1999 കണ്ടതാണ്. ഇത്തരത്തിലുള്ള 40-ൽ പരം സ്വപ്നങ്ങൾ നമ്മുടെ മലയാളത്തിലെ സത്യമിത്രത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്നല്ലേ, ഈ ഖിലാഫത്ത് ദൈവിക സംവിധാനമാണ് എന്നുള്ളതിലേക്ക് ഏറ്റവും വലിയ തെളിവ് ഖലീഫയെ എല്ലാവരും സ്നേഹിക്കുകയും അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രവാചക പ്രഭു ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫത്ത് അലാ മിൻ ഹാജൻ നുബുവത്തിൻ്റെ രീതിയിലുള്ള ഖിലാഫത്ത് അവസാന കാലത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നുബുവത്തിൻ്റെ രീതിയിലുള്ള ഖിലാഫത്ത് ഖലീഫയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിലെ ഒരു ഹദീസിൽ വിവരിക്കുന്നുണ്ട്. പറയുന്നു, ഖിയാറു അഇമ്മത്തിക്കുമുല്ലദീ തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും, അതായത് നിങ്ങളിലെ ഏറ്റവും നല്ല ലീഡർ, നിങ്ങളിലെ ഏറ്റവും നല്ല ഇമാം, അദ്ദേഹം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. വയുസല്ലൂന അലൈക്കും വതുസല്ലൂന അലൈഹിം, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പള്ളിയിൽ കൂടിയിരിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ടല്ലോ, നമ്മളിലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ തന്നെ നമ്മൾ ഓരോരുത്തരും തന്നെ മിർസ മസ്റൂർ അഹമ്മദ് അയ്യദുല്ലാഹു തആല ബിൻ അസ്ൽ അസീസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. അതിൽ ഒരു കളങ്കവുമില്ല. അതേപോലെ തന്നെ ഓരോരുത്തരും തന്നെ ഒരു ദിവസത്തിൽ ഒരു സുജൂദിലെങ്കിലും പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും തന്നെ നമ്മൾ ഓരോ നമസ്കാരത്തിലും ഒരു സുജൂദ് വാസ്തവത്തിൽ ഓരോ ആത്മാർത്ഥരായ അഹമ്മദിയും നമ്മളുടെ കാലത്തിൻ്റെ ഇമാമിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും ഇസ്ലാമിൻ്റെ അഹമ്മദിയത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഹുദൂറിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഖലീഫ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അതായത് ഇന്ത്യ പാക് വിഭജനം 1947 നടക്കുകയുണ്ടായി. ഇന്ത്യ പാക് വിഭജനം 47 നടക്കുമ്പോൾ 10,000 കണക്കിന് ജനങ്ങളാണ് അറുകൊല ചെയ്യപ്പെട്ടത്. എന്നാൽ അതിൻ്റെ മുമ്പേ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് സാനി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ജമാഅത്തിനോട് പറഞ്ഞു, നിങ്ങളിൽ ആരൊക്കെ പൈസയുണ്ടോ, പൈസയും ധാന്യങ്ങളുണ്ട്, ധാന്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ
അത് ഖസാനയിൽ അടച്ച് റെസീറ്റ് വാങ്ങണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെല്ലാ കാലത്തും ബുദ്ധിജീവികൾ ഉണ്ടാവുമല്ലോ, അതെന്താ പൈസ എൻ്റെ പോക്കറ്റിൽ വെച്ചുകൂടെ എന്നൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ആരൊക്കെ ആത്മാർത്ഥമായിട്ട് ഖിലാഫത്തിനെ അനുസരിച്ച് കൊണ്ട് അത് ചെയ്തുവോ അവർക്കെല്ലാം തന്നെ പാകിസ്ഥാനിൽ അവർക്കതെല്ലാം ലഭിച്ചു എന്നുള്ളതാണ് ഒരു സത്യം. എന്ന് മാത്രമല്ല, ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഓരോ അഹമ്മദികൾക്ക് ഒരു രോമത്തിന് പോലും ഒരു പോറലേൽപ്പിച്ചില്ല എന്നുള്ളതാണ് ആ വിഭജനത്തിൽ. അപ്പോൾ എല്ലാ അഹമ്മദികളെയും സുരക്ഷിതമായിട്ട് പാകിസ്ഥാനിൽ എത്തിച്ചു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ നിന്ന് കാഫില പുറപ്പെടുന്ന ഓരോ ദിവസവും അന്നത്തെ 25 രൂപ, ഇന്നത്തെ 25, അന്നത്തെ 47 25 രൂപ ഹുസൂർ സദക്കയായി നൽകാറുണ്ടായിരുന്നു. സദക്ക നൽകും എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് പുറപ്പെടുന്ന സമയം 9 മണിയാണെങ്കിൽ ആ 9 മണി മുതൽ ഹുസൂർ പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നു. ഖുർആൻ പാരായണത്തിലും തസ്ബീഹിലും തഹ്മീദിലും ഇസ്തിഗ്ഫാറിലും മുഴുകിക്കൊണ്ട് ഈ കാഫില അവിടെ സുരക്ഷിതമായി എത്തി എന്നുള്ള സന്ദേശം കിട്ടുന്നത് വരെ ഹുസൂർ പിന്നെ ഭക്ഷണം കഴിക്കുകയോ മറ്റുള്ളവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നാണ് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഖലീഫയാണ് നമുക്കുള്ളത്. അതേ ഈ കാലഘട്ടത്തിൽ അഹ്മദിയ ജമാഅത്തിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഖലീഫ ഉണ്ടല്ലോ, ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ്. നമ്മളുടെ കോവിഡ് ഉണ്ടായി 18-19. ആ സമയത്ത് എന്താണ് ചെയ്തത്? ലോകത്തുള്ള ഓരോ രാഷ്ട്രത്തിലെയും അഹമ്മദികൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടോ എന്ന് ഹുസൂർ ഫോൺ ചെയ്തിട്ടും മറ്റുള്ള രീതിയിലും അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഏതുവരെ എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്കും അങ്ങനെ ഫോണുകൾ വന്നിരുന്നു. നിങ്ങൾക്ക് അഹമ്മദികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഏതുവരെ എന്നാൽ നമ്മളെ കേരളത്തിലെ അഹമ്മദികൾക്കും അവർക്ക് ഭക്ഷണത്തിൻ്റെ മറ്റും പ്രയാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലർക്കും തന്നെ പൈസയായിട്ട് മറ്റുള്ള രീതിയിൽ അവിടുന്ന് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ദൈവിക സംവിധാനം, ഖിലാഫത്ത് ദൈവിക സംവിധാനം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാലത്തിൻ്റെ ഇമാമിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതിന് 10,000-കണക്കിന് തെളിവുകൾ അല്ലെങ്കിൽ പിന്നെ ഉദാഹരണങ്ങൾ നമുക്ക് വിവരിക്കാൻ സാധിക്കും. ഞാൻ ഒരേ ഒരു ഉദാഹരണം മാത്രം നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അതായത് 2015 ബൾഗേറിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കുടുംബം ക്രിസ്ത്യാനിയായിരുന്നു. അവർക്ക് 3 മക്കളും ഭാര്യയും ഭർത്താവുമാണ്. അവർ ബയ്യത്ത് ചെയ്തു. അതിൽ ഭാര്യ ബയ്യത്ത് ചെയ്തില്ല. അങ്ങനെ അവർ ബയ്യത്ത് ചെയ്തതിന് ശേഷം എല്ലാവരും ഒന്നിച്ചുകൂടെ കുടുംബസമേതം ജർമ്മൻ സമ്മേളനത്തിന് വന്നു. ഹുദൂറുമായി മുലാഖാത്ത് ചെയ്തു. അപ്പോൾ ഭാര്യയുടെ ഷർത്ത് എന്താണ്? എനിക്കൊരു ആൺകുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ബയ്യത്ത് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ആദ്യത്തെ ജലസ കഴിഞ്ഞു. ഹുദൂറിനോട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. സന്താനങ്ങളുണ്ട്. അപ്പോൾ ഹുദൂറായിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ അത് അവർ തിരിച്ചു പോയതിന് ശേഷം പിറ്റേത്തെ 2-ാമത്തെ വർഷം വന്നു. അടുത്ത വർഷം വന്നപ്പോൾ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ ഹുസൂർ ബിൻ അസ്ലം അസീസിൻ്റെ അടുക്കൽ ഹാജരായി. അവരെ മുലാഖാത്ത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഹുസൂറിൻ്റെ ഭാര്യ ഗർഭിണിയാണ്, പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഹുസൂർ പേര് നിർദ്ദേശിക്കുമ്പോൾ പലപ്പോഴും ചെയ്യുന്ന 2 പേരുകൾ കൊടുക്കും. പക്ഷേ ഒരു ആൺകുട്ടിയുടെ പേര് മാത്രമാണ് നൽകിയത്. ആ പേരായിരുന്നു ജാഹിദ് അഹമ്മദ്. അങ്ങനെ അവർ ഹുസൂറുമായി മുലാഖാത്ത് കഴിഞ്ഞ് ജർമ്മൻ സമ്മേളനം കഴിഞ്ഞ് ബൾഗേറിയയിലേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷം അവർ ഡോക്ടറെ കണ്ടു, സ്കാനിങ് ചെയ്തു. അപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് പെൺകുട്ടിയാണെന്നാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ മുബല്ലിൻ്റെ അടുത്ത് പോയി. മുബല്ലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അല്ല എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, പക്ഷേ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്, സ്കാനിങ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഹുദൂറിന് ഒരു കത്ത് എഴുതണം, ഒരു പെൺകുട്ടിയുടെ പേരും കൂടി മയക്കാണ്. ഹുദൂറിന് ആൺകുട്ടിയുടെ പേര് മാത്രമാണ് ഞങ്ങൾക്ക് എഴുതി തന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മുബല്ലി സാഹിബ് പറഞ്ഞു, നോക്കൂ, ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നത് ഒരു ആൺകുട്ടി ജനിച്ചാൽ ജമാഅത്ത് ബയ്യത്ത് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കത്തെഴുതുകയില്ല, നിങ്ങൾക്കുണ്ടാകുന്നത് ആൺകുട്ടി തന്നെയായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പറഞ്ഞു, അല്ല അത് പിന്നെ സ്കാനിങ് റിപ്പോർട്ട് അങ്ങനെയാണ്. സ്കാനിങ് റിപ്പോർട്ടിന് തെറ്റിപ്പോകാം, പക്ഷേ കാലത്തിൻ്റെ ഇമാമിൻ്റെ വാക്കിന് ഒരിക്കലും തെറ്റുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹിൻ്റെ ഫضل കൊണ്ട് ആ ഗർഭത്തിൻ്റെ കാലം പൂർത്തിയായി, പ്രസവിച്ചു. നല്ല സുന്ദരനായ ഒരു ആൺകുട്ടി. ആ ആൺകുട്ടി പിന്നെ ജാഹിദ് അഹമ്മദ് എന്ന് പേരും കിട്ടി. പിറ്റേത്തെ വർഷം അവർ കുടുംബസമേതം ജർമ്മൻ സമ്മേളനത്തിൽ വന്നു. എന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, ദാ നോക്കൂ, ഇത് കാലത്തിൻ്റെ ഇമാമിൻ്റെ ദുആയുടെ ഫലമാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഖലീഫയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്,
മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത് സിദിഖ് സെ മേരി തറഫ് ആവോ ഇസി മേ ഖൈർ ഹേ ദരിന്ദെ ഹർ തറഫ് മേ ആഫിയത്ത് കാഹും ഹിസാർ. സിദിഖ് സെ മേരി തറഫ് ആവോ, അതായത് സത്യഹൃദയത്തോടുകൂടി സത്യസന്ധതയോടുകൂടി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരിക. ഇസി മേ ഖൈർ, ഇതിലാണ് എല്ലാ നന്മയും ഉള്ളത്. ഹേ ദരിന്ദെ ഹർ തറഫ്, എല്ലാ ഭാഗത്തും വന്യമൃഗങ്ങളാണ്, അതായത് നിങ്ങളെ കടിച്ച് കീറി വലിച്ചുകൊണ്ടിരിക്കുന്ന വന്യമൃഗങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ ആകട്ടെ മറ്റേതാകട്ടെ, ഇപ്പോൾ അമീറുദ്ദീൻ സാഹിബ് പറഞ്ഞില്ലേ, ഇതുപോലുള്ള എല്ലാ ഇതും വാസ്തവത്തിൽ നമ്മുടെ ഈമാനെ അലങ്കോലപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സുരക്ഷത്തിൻ്റെ കോട്ട എന്ന് പറയുന്നത് ഖിലാഫത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊണ്ട് ഇന്ന് നമ്മൾ ആ കോട്ടയിലാണുള്ളത്. അവസാനമായി അതുകൊണ്ട് ആ കോട്ടയിൽ നമ്മൾ യഥാർത്ഥ സത്യസന്ധതയോട് പ്രവേശിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഫലമെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അവസാനമായി ഞാൻ ഒരു ഉദ്ധരണി കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഉദൂർ പറയുന്നു, ഖിലാഫത്ത് തന്നെ ഒരു അനുഗ്രഹമാണ്, അത് ജമാഅത്തിൻ്റെ ജീവനാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ അഹമ്മദിയ ഖിലാഫത്തിനോട് ആത്മാർത്ഥതയും കൂറുപുലർത്തിയും നിങ്ങളുടെ അഭിവൃദ്ധിയുടെയും രഹസ്യം ഖിലാഫത്തുമായിട്ടുള്ള ബന്ധമാണെന്ന് കരുതിയും അതിനോട് പൂർണ്ണമായും ചേർന്നിരിക്കുക. ഖലീഫയുടെ തൃപ്തിയായിരിക്കണം നിങ്ങളുടെ തൃപ്തി. ഖലീഫ നടക്കുന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കണം. ഖലീഫയുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷമായിരിക്കണം. ഈ നിലയാണ് പ്രാപിക്കേണ്ടത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിൽ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.